ഇപ്പോൾ ഒരു ഫീമെയിൽ ആക്ടറിൻ്റെ പടം തിയേറ്ററിൽ വരുമ്പോൾ എത്ര പേര് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ എക്സൈറ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ലോകം കണ്ടു തുടങ്ങിയത് പുസ്തകങ്ങളിലാണ്, ബിഫോർ സിനിമ. നമ്മളെയൊക്കെ പറഞ്ഞ് വളർത്തിക്കുന്ന കുറേ ടേംസ് ഉണ്ട്. ഇന്ന സമയത്ത് കല്യാണം കഴിക്കണം, ഇന്ന സമയത്ത് കുട്ടി വേണം, ഇന്ന സമയത്ത് സെറ്റിലാവണം. ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ എനിക്കിത് വേണ്ട, ഇത് നിർത്തണം എന്ന് പറയുമ്പം അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ അപ്പുറത്തുള്ള ആൾക്കും കൂടെ വേണം. ഫീമെയിൽ ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരിക്കൽ പോലും അവരൊന്നും വാഷ്റൂമിൽ പോകുന്നതോ അവർക്കൊരു വാഷ്റൂം സൗകര്യമുള്ളതായിട്ടോ കണ്ടിട്ടില്ല. എങ്ങനെയുണ്ട് മാതൃഭൂമി അക്ഷരോത്സവത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്? അതിന് തന്നെ തുടങ്ങാം. ഒന്ന് ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് ആണല്ലോ. അപ്പം നമ്മൾ ലൈഫിൽ ആദ്യം പഠിച്ചു തുടങ്ങുന്ന, അല്ലെങ്കിൽ ഒഫീഷ്യലി നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പം അക്ഷരങ്ങൾ എഴുതി പഠിച്ചു തുടങ്ങുന്ന അതേ ഫീലിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ഞാൻ വരുന്നത്. ആക്ച്വലി എൻ്റെ മിസ്റ്റേക്കാണ്. മാതൃഭൂമിയിൽ നിന്ന് പലപ്പോഴും കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷമാണ് പറ്റിയത്. ഇവിടെ വന്ന് ഇതിൻ്റെ ഒരു ആഘോഷം കാണുമ്പം എല്ലായിടത്തും ആളുകൾ തമ്മിൽ സംസാരിക്കുന്നു, എല്ലാ മേഖലയിലുമുള്ള ആളുകൾ തമ്മിൽ സംസാരിക്കുന്നു, എഴുത്തുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണുന്നത് ഒരു വലിയ സന്തോഷം തന്നെയാണ്. ഇതുപോലുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആണെങ്കിൽ പോലും ലിറ്ററേച്ചറിനപ്പുറം നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് പോലുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് എത്താൻ, പബ്ലിക്കിലേക്ക് എത്താൻ, അതൊരു ചർച്ചയാവാൻ വേണ്ടി ഒരു സംവാദത്തിന് വേദിയൊരുക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളുടെ ഒരു പ്രാധാന്യം ഇത്തരം വിഷയങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്യുന്നതിൽ എത്രത്തോളം ഉണ്ട് എന്നാണ് മാമിന് തോന്നുന്നു? ലിറ്ററേച്ചർ ആയാലും ആർട്സ്, ഏതൊരു ആർട്ട് ഫോം ആയാലും സിനിമയായാലും എന്തായാലും അതൊക്കെ ഇപ്പം നമുക്ക് ഫിലിം ഫെസ്റ്റിവൽസ് ഉണ്ട്. ഇവിടെയൊക്കെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇതെല്ലാം അൾട്ടിമേറ്റ്ലി നമ്മളുടെ ലൈഫിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മളുടെ ലൈഫിൻ്റെ പേഴ്സ്പെക്റ്റീവിനെ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ ഒരു കാഴ്ചയും നമ്മുടെ ലോകവും വലുതാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് എന്തുകൊണ്ടും വളരെ അത്യാവശ്യമാണ്. അതിലൊരു ക്വസ്റ്റ്യൻ തന്നെ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമുക്ക് അനുമോൾ എന്ന് പറഞ്ഞ ഒരാൾക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ ഫാമിലിയും എൻ്റെ നാടും എൻ്റെ കൂട്ടുകാരും. ഇതാണ് എൻ്റെ ഒരു ലോകം എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ലോകം കണ്ടു തുടങ്ങിയത് പുസ്തകങ്ങളിലാണ്, ബിഫോർ സിനിമ. ഞാൻ സിനിമാ നടിയാണെങ്കിലും എൻ്റെ വീടിൻ്റെ അടുത്തൊരു വായനശാലയുണ്ട്, KS എഴുത്തച്ഛൻ സ്മാരക വായനശാല. അപ്പം അവിടുന്ന് എടുത്ത് വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ റഷ്യയിൽ എങ്ങനെയൊക്കെ ആളുകൾ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഓരോരോ രാജ്യത്തുമുള്ള ആളുകളുടെ ജീവിതവും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടാണ്. അപ്പം ഇങ്ങനത്തെ വേദികൾ നമ്മളുടെ ലൈഫിൽ ഇതിപ്പോൾ വായിക്കുന്ന ആൾക്കാർ മാത്രം വന്നാൽ പോരെ എന്ന ആളുകൾ കരുതുന്നത് തെറ്റാണ്. ഞാൻ പറയുന്നത് നമ്മളുടെ എല്ലാ മനുഷ്യർക്കും ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. എല്ലാ തലങ്ങളും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ട സ്പേസാണ്. അല്ലാണ്ട് പുസ്തകോത്സവത്തിന് പുസ്തകങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. മനുഷ്യരുടെ ജീവിതം അൾട്ടിമേറ്റ്ലി അത് ബെറ്റർ ആക്കാനാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പം മനുഷ്യരെയും മനുഷ്യരുടെ അവസ്ഥകളും എല്ലാം സംസാരിക്കണം തന്നെയാണ്. അപ്പോൾ സെഷനിലാണെങ്കിലും കൂടുതൽ കേട്ടൊരു ടേം മാരേജ് എന്നുള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്നുള്ള ഈ 2 ടേമുകളായിരുന്നു കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പം ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ മാരേജ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ മാരേജിൽ എന്ത് ചേഞ്ച് വരണം എന്നാണ് അനുമോൾ എന്ന നടിക്കും അനുമോൾ എന്ന വ്യക്തിക്കും തോന്നിയിട്ടുള്ളത്? രണ്ടും ഒന്നായിട്ട് തന്നെ ഞാൻ പറയാം. ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല എന്നല്ല. എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് വർക്കായില്ല, കല്യാണം കഴിച്ചില്ല. അപ്പം എനിക്ക് തോന്നുന്നു അത് സൊസൈറ്റിയിൽ ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ മാരേജ് ഇന്ന സമയത്ത് വേണം, ഇത്ര വയസ്സായി അല്ലെങ്കിൽ ജോലിയായി കല്യാണം കഴിക്കൂ, അതൊന്നുമല്ല കല്യാണത്തിനെ പറ്റി എനിക്കുള്ളൊരു അഭിപ്രായം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾക്ക് ആക്സെപ്റ്റബിൾ ആവുന്ന ഒരാളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരാളെ എടുക്കാൻ നമ്മൾ കംഫർട്ടബിൾ ആണ്, അയാളുടെ ജീവിതത്തിലേക്ക് കയറാനും നമ്മൾ കംഫർട്ടബിൾ ആണ് എന്നുള്ളൊരു അവസ്ഥയിൽ ഒരാളെ കിട്ടിയാൽ, അതേപോലെ തന്നെ കല്യാണം കഴിക്കാനുള്ളൊരു മെച്യൂരിറ്റി ഉണ്ട്, കല്യാണം കഴിക്കാം, എനിക്ക് കല്യാണം കഴിക്കാൻ ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആയി എന്നുള്ളൊരു സമയത്ത് മാത്രം കല്യാണത്തിലേക്ക് കയറുക എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ആൻഡ് റീസെൻ്റ്ലി പല സ്ഥലത്തും ഞാനിങ്ങനെ കാണുന്നുണ്ട്, സർവേസിലൊക്കെ 2030, 2050 ഒക്കെ ആകുമ്പോഴത്തേനും ഹാഫ് പോപ്പുലേഷൻ സിംഗിളായിരിക്കുമെന്ന് പറയുന്നത് സർവേസ് കാണുന്നുണ്ട്. ഇതിൻ്റെ ഒതൻറ്റിസിറ്റി ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് എൻ്റെ ചുറ്റും തന്നെ ഒരുപാട് സിംഗിൾ സ്ത്രീകളെയും സിംഗിൾ മദേഴ്സിനെയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കല്യാണത്തിനുള്ളൊരു പക്വത എത്തുമ്പോൾ കല്യാണം കഴിക്കുക, പറ്റിയ ആളെ കിട്ടിയാൽ അല്ലാണ്ട് എനിക്ക് തോന്നുന്നു നമ്മളെയൊക്കെ പറഞ്ഞ് വളർത്തിക്കുന്ന കുറേ ടേംസ് ഉണ്ട്.
ഇന്ന സമയത്ത് കല്യാണം കഴിക്കണം, ഇന്ന സമയത്ത് കുട്ടി വേണം, ഇന്ന സമയത്ത് സെറ്റിൽ ആവണം, അല്ലെങ്കിൽ വയസ്സായി പോകുമ്പോൾ ഒറ്റയ്ക്കായി പോകും, ആരും നോക്കാനുണ്ടാവില്ല. ഇങ്ങനെ കുറേ ടേം പറഞ്ഞാൽ നമ്മളെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അൾട്ടിമേറ്റ്ലി നമ്മുടെ ലൈഫിലൊക്കെ ആവശ്യം സന്തോഷവും സമാധാനവും ആരോഗ്യവുമാണ്. അപ്പോൾ അതിനു വേണ്ടി എങ്ങനെയൊക്കെ നമുക്ക് നിലകൊള്ളാൻ പറ്റും, മറ്റൊരാളെ ഉപദ്രവിക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് നോക്കേണ്ടതുള്ളൂ. അപ്പോൾ കല്യാണത്തിന് അങ്ങനെ ഒരു നമ്മളാണ് അതിൻ്റെ സമയം ഡിസൈഡ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു പരിധി വരെ ഒരു ടാബുമാണ്. പലരും ഇപ്പോഴത്തെ ജനറേഷനിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും, പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റി സിനിമ ഏരിയയിലേക്ക് വരുമ്പം നമ്മൾ കണ്ടു വളർന്ന എത്ര താരങ്ങൾ അവരുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ വിരലിലെണ്ണാവുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സ്റ്റേജിൽ എത്തുന്നത് സൊസൈറ്റി ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ മാത്രം വളർന്നു എന്നുള്ള തോട്ടുകൊണ്ടാണോ, അതോ നമ്മളിത് പറയേണ്ടതുണ്ട്, പറഞ്ഞ് സൊസൈറ്റിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്? പറഞ്ഞ ആളുകളോട് അതിനോടുള്ള ഒരു എന്താ പറയുക, ഒരു അകൽച്ച ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു മടി, ഒരു നാണക്കേട് പോലെയൊക്കെ കാണുന്ന ഒരു അവസ്ഥ പറഞ്ഞ് മാറ്റുക, കൂടുതൽ ഈ ടേംസുമായിട്ട് ഇതാക്കുക ആളുകളെ എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി കരുതിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ കാലത്തും ആളുകളോട് പറയുന്നത്, നിങ്ങൾ പല്ലുവേദന വരുമ്പോൾ ഡോക്ടറെ കാണുന്നു, നെഞ്ചുവേദന വരുമ്പോൾ ഡോക്ടറെ കാണുന്നു, തലവേദന വരുമ്പോൾ ഡോക്ടറെ കാണും. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇമോഷൻ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ലൈഫ് മൊത്തം കൊളായിട്ട് കിടക്കുകയാണെന്ന് ഒരുപാട് പേര് പറയണ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടൊരു മെഡിക്കൽ ഹെൽപ്പ് എടുത്തുകൂടാ, ഒരു മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടത് ചെയ്തുകൂടാ? നമുക്ക് ജിമ്മും യോഗ സെൻറ്റേഴ്സും ഫിസിക്കൽ ഹെൽത്തിനെല്ലാം എല്ലാ ഞാൻ നേരത്തെ സെഷനിൽ പറഞ്ഞിരുന്നു, എല്ലാ പോസ്റ്റിൻ്റെ അടുത്തും ഒരു ജിമ്മ് എന്നുള്ള പോലെ നമുക്ക് കാണാൻ പറ്റും. വൈ മെൻ്റൽ ഹെൽത്തിന് അങ്ങനെ ഒരു സ്പേസ് കാണുന്നില്ല? ബാക്കി എല്ലാ വേദനയും വരുന്ന പോലെ തന്നെയല്ലേ മനസ്സിന് വേദന വരുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ കാണുക. പക്ഷെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പോകുന്ന എൻ്റെ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തൊക്കെ കുട്ടികൾ ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷേ അത് പിന്നെയും എനിക്ക് തോന്നുന്നു ആക്സെപ്റ്റ് ആണ് കുറച്ചും കൂടെ. ഇപ്പോൾ നമ്മൾ സെഷൻ്റെ ഇടയിൽ ഒരു കാര്യം പറയുണ്ടായി, റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകുമ്പം എന്തായാലും മുറിവുണ്ടാവും അവിടെ എന്നുള്ളത്. അപ്പം ആ മുറിവിനെ ഓവർകം ചെയ്യുന്നതാണല്ലോ ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പം റീസെൻ്റ്ലി ഇവിടെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ട കേസായിരുന്നു ഗ്രീഷ്മ ഷാരോൺ മർഡർ കേസ് എന്ന് പറയുന്നത്, ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു എഴുത്തുകാരിയുടെ പ്രതികരണം കുറച്ച് ഡിസ്കസ് ചെയ്യപ്പെട്ടു, വിവാദം ഉണ്ടായി, വിമർശനം ഉണ്ടായി. അപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി ഇരിക്കുമ്പം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഒബ്വിയസ്ലി നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും ആ ഇറങ്ങിപ്പോരൽ പ്രോസസ്സിനെ സിമ്പിളാക്കാൻ എന്താ ചെയ്യാൻ പറ്റും? ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഈവൻ നമ്മളെല്ലാവരും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ ഇവോൾവ് ആയി വരികയാണ്. ഗ്രീഷ്മ ഷാരോൺ ഇഷ്യൂവിൽ എന്താ നടന്നതെന്ന് ഞാൻ കമൻറ്റ് ചെയ്യാൻ ആരുമല്ല. ബിക്കോസ് എനിക്ക് ഒന്നും പത്രങ്ങളിലും ടി വിയിലും കാണുന്ന വാർത്തകളല്ലാതെ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ എനിക്ക് കൂടുതൽ അറിയില്ല. അവരുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. എനിക്കറിയാം, ഒരാളുടെ ജീവൻ എടുക്കാനും ആർക്കും റൈറ്റ് ഇല്ല. ജീവൻ എടുക്കുക എന്നല്ല, അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോലും ആളുകൾക്ക് റൈറ്റ് ഇല്ല എന്നുള്ളത് മാത്രം എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അപ്പം അത് തന്നെയാണ് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിലും, ആളുകൾ ഇപ്പോൾ ആ എക്സാമ്പിൾ ഞാൻ പറയുന്നില്ല, ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ എനിക്കിത് വേണ്ട, ഇത് നിർത്തണം എന്ന് പറയുമ്പം അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ അപ്പുറത്തുള്ള ആൾക്കും കൂടെ വേണം. ആ ഒരു ലിമിറ്റ് അറിയണം. ആദ്യം നമുക്കത് എവിടെ നിർത്തണം, എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതിന് കൃത്യമായൊരു ധാരണ വേണം. തൊട്ടേനും പിടിച്ചതിനും അവസാനിപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ആ റിയലൈസേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യുമ്പം അപ്പുറത്തുള്ള ആൾ മ്യൂച്വലി അത് റെസ്പെക്റ്റ് ചെയ്യണം. അതല്ലാണ്ട് അത് കോംപ്ലിക്കേറ്റഡ് ആയി അപ്പോഴാണ് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഏത് റിലേഷൻഷിപ്പ്, എന്ത് മനുഷ്യരായാലും അൾട്ടിമേറ്റ്ലി അങ്ങോട്ടും വേണ്ടത് ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റാണ്. മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ആ കുട്ടിയെ അവസാനിപ്പിക്കുമ്പോൾ ഓക്കെ എന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പുറത്തുള്ള ആൾക്കും ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത്, ഞാൻ എപ്പോഴും പറയുന്നു, സമാധാനവും സന്തോഷവും ആരോഗ്യവുമാണ്. അതല്ലാണ്ട് നമ്മൾ ഈ ഫോർ എവർ ആഫ്റ്ററിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഹാപ്പിലി എവർ ആഫ്റ്റർ ഫോർ എവറിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സാക്രിഫൈസ് ചെയ്ത് പെയിൻ എടുത്ത് ഒരുപാട് ദേഷ്യവും പകയും ഉള്ളിൽ കൊണ്ട് നടന്ന് എന്തിനാണ് അങ്ങനെ ജീവിക്കണേ? നമ്മളൊക്കെ പല അമ്മമാരും ചേച്ചിമാരും പറയുന്ന കേട്ടിട്ടുണ്ട്, മക്കൾ ഒരു നിലയാവുന്നവരെ മക്കളെ കല്യാണം കഴിപ്പിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 3 ടേംസ് അതാണ് വേണ്ടത്. അതിനു വേണ്ടി നിലകൊള്ളുക. അതെ, സമാധാനം,
സന്തോഷം, ആരോഗ്യം. ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ഭയങ്കരമായിട്ട് തുറന്ന സംസാരങ്ങൾ ഉണ്ടായ ഒരു വർഷമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായാലും ആസ് ആൻ ആക്ട്രസ് എന്നുള്ള ഒപ്പീനിയനാണ് ചോദിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇൻഡസ്ട്രിയിൽ ഒരു മാറ്റം വരുത്തിയതായിട്ട് തോന്നുന്നുണ്ടോ? ഒരു ഇമ്പാക്റ്റ് ആയിട്ട് ഒരു നടി എന്ന രീതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നാണ് തോന്നുന്നത്? എനിക്കത് നല്ലൊരു പ്രോഗ്രസീവ് മാറ്റം കൊണ്ടുവരും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം പുതിയ സിനിമയിലുള്ള പുതിയ എല്ലാ ഈ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു ഡിസ്കഷൻസും എല്ലാം ഉണ്ടല്ലോ, അതൊരു ബെറ്റർ സ്പേസ്, ബെറ്റർ വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യും തന്നെയാണ്. മേ ബി ഇപ്പം അതൊരു കുറച്ച് കലവിലയായി കുറച്ച് ഇതായിട്ട് നിൽക്കുകയാണെങ്കിലും നമ്മൾ ഇപ്പം ഇങ്ങനെ പറയില്ലേ, ഒരു കലങ്ങി തെളിയുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തും തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അല്ല, ഒരു സിനിമയുടെ സെറ്റിൽ നിന്നുള്ള ഒരു അനുമോൾ എന്നുള്ള നടിക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. ഓക്കെ, ഇത് വേതനത്തിൻ്റെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റി പോലുള്ള, ഡ്രസ് ചേഞ്ചിങ് പോലുള്ള ചെറിയ ചെറിയ സ്ത്രീകളുടെ നടിമാരുടെ കാര്യങ്ങളാവാം. കോൺട്രാക്ട് ഒപ്പിടുന്നത് മുതൽ അഭിനയിച്ച് തീരുന്ന പ്രൊമോഷൻ വരെയുള്ള ഒരു വലിയ പ്രോസസ്സാണല്ലോ ഈ ആക്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് മാത്രമല്ല, ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഗംഭീരമായി എന്നല്ല ഞാൻ പറയണത്, ഒരു ചെറിയ വ്യത്യാസം, ഒരു ചെറിയ ബെറ്റർ അവസ്ഥ വന്നിട്ടുണ്ട്. ബിക്കോസ് ഞാൻ തുടങ്ങിയ കാലത്ത്, ഞാൻ ഓൾമോസ്റ്റ് 15 ഇയേഴ്സ് ആവാറായി. അപ്പോൾ തുടങ്ങിയ കാലത്തൊക്കെ ഒന്നും അധികം ഫീമെയിൽ ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫീമെയിൽ ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരിക്കൽ പോലും അവരൊന്നും വാഷ്റൂമിൽ പോകുന്നതോ അവർക്കൊരു വാഷ്റൂം സൗകര്യമുള്ളതായിട്ടോ കണ്ടിട്ടില്ല. മേ ബി നമ്മൾ ആക്ടേഴ്സൊക്കെ ആകുമ്പം ക്യാരവൻ ഉണ്ടെങ്കിൽ ക്യാരവൻ ഉണ്ടായിരുന്നു. ഇനീഷ്യലി ക്യാരവനൊന്നും എല്ലാ പഠിത്തമൊന്നും ഉണ്ടാവാറില്ല. ഇല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലുമൊക്കെ വീടുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും, നമ്മൾ അതിനകത്ത് ആക്ടർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ലീഡ് ആക്ടർ ആയതുകൊണ്ട്. ഫീമെയിൽ ടെക്നീഷ്യൻസോ മറ്റാളുകളോ ഒക്കെ എവിടെയാണ്, അവർ തന്നെ തേടിപ്പിടിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന അവസ്ഥയും അങ്ങനെയൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ ആക്ടേഴ്സൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, വാട്ടർ ബോട്ടിലും വലിയ കുടയും തന്നു വിടും പൊക്കോളും എന്ന് പറയണ പോലെ. അതെ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ആ സ്പേസിൽ നിന്ന് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. ഒരു ബെറ്റർ സ്പേസ് ക്രിയേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പിന്നെ തന്നെയാണ് നമ്മൾ. അത് ഇൻഡസ്ട്രിയുടെ ഒപ്പം തന്നെ സൊസൈറ്റി മാറണം എന്നാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. യെസ്, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ നമ്മുടെ പടം ഇപ്പോൾ ഒരു ഫീമെയിൽ ആക്ടറിൻ്റെ പടം തിയേറ്ററിൽ വരുമ്പോൾ എത്ര പേര് ഫസ്റ്റ് ഷോ കാണാൻ എക്സൈറ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ആ സൊസൈറ്റിയിൽ വുമണിനെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ സിനിമയിലും ആ ഒരു ആക്സെപ്റ്റൻസ് വരും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ട്രൈ ചെയ്യുന്നത് സിനിമയിൽ ആ ആക്സെപ്റ്റൻസ് ഉണ്ടാക്കാനാണ്. സൊസൈറ്റിയിലേക്ക് അത് ഗ്രാജുവലി റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു പ്രതീക്ഷ. അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുന്നുണ്ട്. ആൻഡ് WCC പോലത്തെ സംഘടനകൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ഈവൻ എനിക്ക് തോന്നുന്നു അമ്മയിലും അവർ മാറ്റങ്ങളെ പറ്റി, ഞാൻ ഇതിലും ഇല്ലാത്ത ഒരാളാണ്. അപ്പം അവിടെ എന്ത് നടക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ അവിടെയും അവർ മാറ്റങ്ങൾ വരുത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. WCC വന്നതുകൊണ്ട് ഇങ്ങനെ കുറേ ആവശ്യങ്ങളും ഇങ്ങനെ കുറേ കാര്യം ഇപ്പം നമ്മളൊക്കെ അടക്കമിരുന്ന് സംസാരിക്കുമ്പം, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് എത്തുന്നത് മുമ്പ് ചിലപ്പോൾ ആരും ആലോചിച്ചിട്ടുണ്ടാവില്ല. സിനിമയിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾ എവിടെയാണ് വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു ചിന്ത പോലും ആർക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പം ആളുകൾ അതൊക്കെ ചിന്തിക്കാനും അറിയാനും, അപ്പം അതിങ്ങനത്തെ ചർച്ചകൾ കൂടെ തന്നെയാണ് പോസിബിൾ ആവുള്ളൂ. പ്രതീക്ഷയുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പ്രതീക്ഷയുടെ ഒരു നോട്ടോട് കൂടി അവസാനിപ്പിക്കാം. അപ്കമിങ് പ്രോജക്ട്സ്, അപ്കമിങ് പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അപ്കമിങ് പ്രോജക്ട്സ് ഞാനിപ്പോൾ തമിഴിലാണ് ചെയ്യുന്നത്. തമിഴിൽ സീരീസ് ഒരെണ്ണം ചെയ്യുന്നുണ്ട്. തമിഴ് 2 പടം നടക്കുന്നുണ്ട്. മലയാളത്തിലൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. നല്ല കണ്ടൻറ്റ്ഫുള്ളായിട്ടുള്ള കഥകൾ വരണമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ആ പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യുന്നു. അതെ, ഓക്കെ, താങ്ക് യു.